എന്തോന്ന് ലച്ചു പിള്ളേർക്ക് ഇങ്ങനെയാ സംസാരിക്കണം? എന്റെ അമ്മായി വിചാരിക്കുന്ന പോലെയല്ല, ഒരു ലോഡ് ചോദ്യം കൊണ്ടാ വരുന്നത്. അതും ചോദ്യങ്ങളൊക്കെ കേക്കണം. പൂച്ച എന്താ പാല് തരാത്തെ, കാക്ക എന്താ പാല് തരാത്തെ, പിന്നെന്താ ചോദിച്ചേ? ഉറുമ്പുകളുടെ വീടെവിടെയാ, നിങ്ങളൊക്കെ എന്താ ചെയ്യണം? ഉറുമ്പുകൾ പണിക്ക് പോവില്ലേ? അതൊക്കെ നല്ല കാര്യമല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങ് തീർത്തു കൊടുക്കണം. പിള്ളേരല്ലേ, പിള്ളേരാകുമ്പോ സംശയമൊക്കെ ചോദിക്കും. എന്നാ പിന്നെ തീർത്തു കൊടുക്ക്. ഞാൻ തീർത്തു കൊടുക്കും. തീർത്തു കൊടുക്കും. അമ്മായി പിന്നെ എൻസൈക്ലോപീഡിയ ആണല്ലോ. അത് നേരെ ചൊവ്വേ പറയാൻ പോലും കിട്ടണില്ല, എന്നിട്ടാണ് സംശയം. മക്കളെ, എൻസൈക്ലോപീഡിയ എന്ന് വെച്ചാ സർവ്വവിജ്ഞാനകോശം. അതായത് ഈ ലോകത്തുള്ള എല്ലാ അറിവുകളും ശേഖരിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഇത് അമ്മയുടെ അടുത്ത് വെച്ചു. എന്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്നാ രണ്ടുപേരും ഞാൻ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കും. ഞാൻ നോക്കിക്കോളാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇനി എന്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഒട്ടകം പാല് തരുമല്ലോ. കണ്ടല്ലോ, സിമ്പിൾ ആണ്. പിള്ളേരെ ഡീൽ ചെയ്യാൻ ചെറിയ മന്ത്രമുണ്ട്, അതൊന്നും നിനക്ക് അറിഞ്ഞൂടാ. എനിക്കത് അറിയണമെന്നില്ല. കാണിച്ചു എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ അടുത്ത് ചോദിക്കണം കേട്ടാ. കേട്ടാ പാറോ? എന്താവോ എന്തോ. അത് ശരി, നമുക്കൊന്നും തരാതെ രണ്ടുപേരും കൂടെ ഒന്ന് മാങ്ങ കഴിക്കാം അല്ലേ? അല്ല, നീ ഇപ്പം കഴിച്ചതല്ലയോ? അത് നേരത്തെ അല്ലേ? കല്ലു മാറുവെങ്ക. എന്റെ പൊന്നെ ആന്റി, കല്ലൂസിന്റെ കാര്യമൊന്നും പറയണ്ട. എന്തൊരു സംശയം ചോദിക്കലാണോ? എന്ത് സംശയം? അവക്കറിയേണ്ട കാര്യങ്ങള്. ആന എന്താ പാല് തരാത്തെ? എന്താ തരാത്തെ? എനിക്കങ്ങനെ അറിയാനാ? എന്റെ അമ്മൂമ്മേ, സംശയങ്ങൾ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഉത്തരം കൊടുത്ത് എന്റെ ഉത്തരം മുട്ടി. എന്നിട്ട് അവിടെ സംശയത്തിന് യാതൊരു കുറവുമില്ല, ഇങ്ങനെ ചോദിച്ചോണ്ട് നടക്കുക. லிச்சு, இந்த ஏஜ்ல நிறைய கேள்வி அவங்க கேட்பாங்க. കനകം, നിനക്കൊരു കാര്യം കേൾക്കണോ? എവളുടെ ചെറുപ്പത്തില് എവളൊരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, അമ്മൂമ്മേ ഈ മാവ് എങ്ങനെയാ ഉണ്ടാവുന്നേ? ഞാൻ പറഞ്ഞു മാങ്ങാണ്ടി കുഴിച്ചിട്ടാ മതിയെന്ന്. എവിടെ പോയോ ഒരു മാങ്ങാണ്ടി എടുത്തോണ്ട് വന്നു, എന്നിട്ട് അത് കുഴിച്ചിട്ടു. പിറ്റേ ദിവസം രാവിലെ എന്നോടൊന്ന് പറയുമെന്നേ, അമ്മൂമ്മേ മാവായില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞേ, മക്കളെ അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് വേരൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ട് കുറേ കഴിഞ്ഞിട്ടേ അത് മാവാവത്തുള്ളെന്ന്. എല്ലാ ദിവസവും ചെന്നത് മാന്തി നോക്കും, എന്നിട്ട് എടുത്ത് നോക്കും വേരായോ എന്ന്. അങ്ങനെ ചെയ്തവിടെ മോളല്ലയോ, ഇതും ചോദിക്കും ഇതിനപ്പുറം ചോദിക്കും. കല്ലൂസിനെ ഇനിയും സംശയമുണ്ട്. ഉറുമ്പുകൾ എന്താ പണിക്ക് പോവാത്തെ, പൂച്ച എന്താ പാല് തരാത്തെ? എന്നിട്ട് എന്ത് ചെയ്യാൻ? അയ്യോ, അതിനെ ഞാൻ അമ്മായിയുടെ കൂടെ പറഞ്ഞു വിട്ട്. അമ്മായി പറഞ്ഞു കല്ലൂസിന്റെ എല്ലാ സംശയത്തിനും ഞാൻ ഉത്തരം തരാന്ന്. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്. എന്താവോ എന്തോ. ഭൂമി കൂടെ നടക്കാലോ. നീ ഇറങ്ങി നടാ, കുറച്ചേരം ഇറങ്ങി നടക്കരുതേ. ആകാശത്തൂടെ നടക്കാൻ പറ്റുമോ? നമുക്ക് ആകാശത്തൂടെ നടക്കാൻ പറ്റൂല. കാരണം ആകാശത്തോടെ നടക്കാൻ ശ്രമിച്ചാലും ഭൂമിക്കൊരു ഗ്രാവിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ താഴെ തന്നെ വരും. പക്ഷെ പാരച്യൂട്ട് വെച്ച് നമുക്ക് പറക്കാൻ പറ്റും. അപ്പൊ പക്ഷികൾ എങ്ങനെ പറക്കുന്നേ? പക്ഷികളുടെ ശരീരഘടന വേറെയല്ലേ, നമ്മളെ പോലെ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതിന് പറക്കാൻ പറ്റും. അതൊക്കെ ഒരു സയൻസ് ആണ് മക്കളെ. അമ്മായി പറഞ്ഞ എനിക്ക് മനസ്സിലാവും. അമ്മായി, മീനുകൾക്ക് പറക്കാൻ പറ്റുമോ? മീനുകൾക്ക് ചിറകില്ലല്ലോ പറക്കാൻ. അപ്പൊ പൊരിച്ച് വെട്ടുമ്പോ കളയുന്നതോ? പൊരിക്കുമ്പോ വെട്ടിക്കളയണതാ. മീനുകൾക്കുള്ള ചിറക് നീന്താനാണ് ഉപയോഗിക്കണം, അല്ലാതെ പറക്കാനല്ല. മനസ്സിലായ? പാറു മനസ്സിലായ? പാറു അമ്മായി, ഈ കാക്കയുടെ വീട് എവിടെയാ? കാക്കയ്ക്ക് വീടല്ല മക്കളെ, കൂടാണുള്ളത്. അതെന്താ വീടെന്ന് പറയാത്തെ? ദൈവമേ, മൂർക്കം പാമ്പിനാണല്ലോ ചവിട്ടിയത്. കൂടെന്ന് പറയാത്തതേ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അതെ, ഈ മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്നതിനാണ് വീടെന്ന് പറയണം. താൽക്കാലികമായിട്ട് പക്ഷികളൊക്കെ കൂട്ടുന്നതാണ് കൂടെന്ന് പറയണം. മനസ്സിലായ? അമ്മായി, കാക്ക എവിടെ കൂടുണ്ടാക്കും?
കാക്ക വലിയ വലിയ മരത്തിന്റെ കൊമ്പില് കൂടുണ്ടാക്കും. എന്നിട്ട് മുട്ടയിടും. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറക്കാൻ പാകാവുമ്പം കൂടുപേക്ഷിക്കും. അതെന്തുവാ കാക്ക കൂടെ എവിടെ ഉണ്ടാക്കും? അതെല്ലാം പറഞ്ഞ വലിയ വലിയ മരത്തിന്റെ മുകളിൽ ഉണ്ടാക്കും. അപ്പൊ കാക്കയ്ക്ക് കൂടില്ലാത്തപ്പോ എവിടെ പോയി താമസിക്കും? രാവിലേക്ക് അവര് ഭക്ഷണം അന്വേഷിച്ച് നടക്കും. രാത്രിയാവുമ്പം എല്ലാരും കൂടെ ചേർന്ന് വലിയ വലിയ മരത്തിന്റെ കൊമ്പിൽ പോയി ഉറങ്ങും. താര വീഴത്തില്ലേ? ഒരു മിനിറ്റ്. അതെന്താന്നറിയോ? ഈ അവരുടെ കാലില് ഒരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. അപ്പൊ താഴെ വീഴൂല. ഇതൊക്കെ ഒരു സയൻസ് ആണെന്നേ. അതിപ്പോ ഫോണിൽ നോക്കിയല്ലേ പറഞ്ഞു? അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ ഫോണിൽ നോക്കിയൊക്കെ പറയും. നിനക്കറിയാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു തരൂലേ? അതുപോലെ അമ്മായി, ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മറന്നു. നീ ചോദിക്ക, അമ്മായല്ലേ ഇരിക്കണം, പറഞ്ഞു തരും. അമ്മായി, ഈ കുയിൽ എന്തിനാ കാക്കയുടെ കൂടുതൽ മുട്ട ഇടുന്നേ? അത് കുയിലിന് കൂടുണ്ടാക്കാൻ മടിയായോണ്ട്. എന്താ അങ്ങനെ? നിനക്കെന്താ പഠിക്കാൻ മടി? അതുപോലെ. അമ്മായി, ഈ മണ്ണിന്റെ അടിയിലുണ്ട്. എന്റെ പൊന്നു മക്കളെ, അത് ഞാൻ പിന്നെ പറഞ്ഞാ മതിയാ? ഇപ്പൊ പറയണം. അമ്മായില്ലേ പറഞ്ഞ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാമോ? ഞാൻ അതുകൊണ്ട് പറ. പിന്നെ നിനക്ക് ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്ന് വരണ? ചോദ്യമൊക്കെ എവിടുന്നാ വരുന്നത് അമ്മായി? അത് കറക്റ്റാ. ചോദ്യം എവിടുന്നായിരുന്നു? ചോദ്യം നമുക്കിപ്പൊ പോയാലോ? നമുക്ക് പിന്നെ ഞാൻ പറയാം. പിന്നെ പറയാം. ചൂടെടുക്കണല്ലേ? വെള്ളം കുടിക്കണ്ടേ? പിന്നെ പറയാമേ.